ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? ഇന്നലെ ഇലക്ഷന് പോയതാട്ടാ. പോയി നല്ല വെയിലല്ലേ. തിരിച്ചിൽ വീട്ടിൽ വന്നപ്പോൾ നല്ല തണുത്ത വെള്ളം എടുത്ത് കുടിച്ചു. ആവേശം കൊണ്ട് കുറച്ച് അധികം എടുത്ത് കുടിച്ചു. ഇന്നിപ്പോൾ നേരം വെളുത്തപ്പോൾ ശബ്ദമൊക്കെ ഇത്തിരി മാറി. ചെറിയ രീതിയിൽ തൊണ്ടവേദനയും ചെറിയ ചെറിയ തുമ്മലൊക്കെ ആയി. ഇലക്ഷൻ്റെ തലേ ദിവസേ സുമിയുടെ കൂടെ ചെറുതായിട്ടൊന്ന് പർച്ചേസിങ്ങിന് പോയതാട്ടോ. ആളുടെ കരാട്ടെ ക്ലാസ്സിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് മേടിക്കാം. അങ്ങനെ പോയപ്പോൾ വാടാനപ്പള്ളിയിലാണ് പോയത്. സ്ഥിരം നമ്മൾ വാടാനപ്പള്ളിയിൽ ജനതയിലേക്കാണ് പോവാറ്. അങ്ങനെ പോയപ്പോൾ സുമി നേരെ മുകളിൽ അവൾക്ക് വേണ്ടുന്ന ഐറ്റംസ് തിരയാൻ പോയപ്പോൾ ഞാൻ ആ നേരത്തെ ഗ്യാപ്പിനെ ഗിഫ്റ്റ് ഐറ്റംസ് ഉള്ള സെക്ഷനിലേക്ക് വന്നതാട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടേ. ആ പേരും പറഞ്ഞിട്ട് നോക്കാൻ വന്നതാ. സത്യം പറഞ്ഞാൽ ചുമ്മാതാ. എനിക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് കാണുമ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് വില നോക്കാനും ഒന്ന് തൊട്ട് നോക്കാനും അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാട്ടാ. എന്നെപ്പോലെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ലേ ഇതുപോലെ സ്വഭാവമുള്ളവർ? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോട്ടാ. ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെയെന്ന് ഒന്ന് വിശ്വസിക്കാനാ. ശരിക്കും പറഞ്ഞാൽ മഴ കാത്തു നിൽക്കുന്ന വേഴാമ്പലുകളുടെ പോലെയല്ലേ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ ചൂടത്ത് കുറച്ച് ഒരു മഴ പെയ്തിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരാലേ ഉള്ളത്? ഇവരുടെ എല്ലാം കൂട്ടത്തിൽ വെച്ചിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് പേരുണ്ട് കേട്ടോ. അതിലൊരാളാണ് കേട്ടോ ഈ കൃഷ്ണൻ. അതേപോലെ തന്നെയാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ഗുരുവായൂരപ്പനും. ഇതേപോലെ തന്നെയാട്ടോ മാതാവിൻ്റെയൊക്കെ രൂപങ്ങൾ ഈ കൃഷ്ണ ഇരിക്കുന്ന പോലെ. അതും നല്ല ഭംഗിയാട്ടോ. അതാകുമ്പോൾ വേറൊരു കോഡ് അതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ ഗുരുവായൂരപ്പനൊന്ന് നോക്കി വെച്ച കാരണം വിലയും കൂടി ഒന്ന് നോക്കി വെച്ചുട്ടാ. പിന്നെതാ ഈ വെണ്ണക്കുടം വെച്ചിട്ടുള്ള കൃഷ്ണൻ, അതൊക്കെ നല്ല ഭംഗിയല്ലേ. മാതാവ്, വിഘ്നേശ്വരൻ്റെ പലതരം മോഡലുണ്ട് കേട്ടോ. ആലിലയിൽ കിടക്കുന്ന കൃഷ്ണൻ, അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നതേ നമ്മുടെ പറക്കുന്തളിക സിനിമയിലെ ദിലീപേട്ടൻ ഹാസ്യചേട്ടൻ ചേട്ടനോട് പറയില്ലേ, ചെറിയ ചെറിയ ക്ലൂ ആയിട്ട് ആലിലയിൽ കിടക്കും. ഇപ്പം നമ്മുടെ ഹരിശ്രേഷകൻ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗില്ലേ, ആ ചൊറിയാൻ പുഴു എന്ന് പറഞ്ഞിട്ട്, അതാട്ടോ ഓർമ്മ വന്നത്. രണ്ട് ക്യൂട്ടായിട്ടുള്ള കുട്ടി ശ്രീബുദ്ധന്മാരെ കണ്ട മിണ്ടരുത് കാണരുത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് അവരെ നല്ല ഇഷ്ടമായിട്ടാണ്. ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിലേ വിഷു കഴിഞ്ഞ ക്ഷീണത്തിൽ മാറി ഒതുങ്ങിയിരിക്കുന്ന കുറച്ച് കൃഷ്ണന്മാരുണ്ടായിരുന്നു കേട്ടോ.